മക്കളെ, നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ എന്തായാലും ഈ വർഷത്തെ എക്സാം കണ്ടപ്പോൾ കുറേ പേരൊക്കെ പേടിച്ചു. അപ്പോൾ ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ, ഞാൻ എന്തായാലും ഇനി വീണ്ടും റിപ്പീറ്റ് എന്നൊന്നും പറഞ്ഞ് ചിന്തിക്കുന്നില്ല, മറിച്ച് ഞാൻ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് പോട്ടെ. ചിലപ്പോഴതൊരു എഞ്ചിനീയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിന് മറ്റും ആവാം, അല്ലെങ്കിൽ ഒക്കെ ഹോമിയോ, ആയുർവേദ, വെറ്റിനറി, BDS എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ. എന്നിട്ട് ഞാൻ അവസാനത്തെ ഒരു 4 മാസം നീറ്റ് എക്സാമിന് തൊട്ട് മുന്നുള്ള ഒരു 4 മാസം ലീവ് എടുത്തിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഇരുന്ന് പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് പോരേ എന്നുള്ളൊരു ചോദ്യം. എനിക്ക് സത്യം പറയാനുള്ളത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അതിപ്പോൾ ഉള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു പക്വത ഇല്ലായ്മയാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എനിക്ക് MBBS തന്നെ വേണമെന്നുള്ളത്. ആ ആഗ്രഹമാണ് അവസാനത്തെ 4 മാസത്തേക്ക് നിങ്ങൾ ചുരുക്കി വെച്ചേക്കുന്ന മാസങ്ങൾ. മറിച്ച് നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ മറ്റൊരു കോഴ്സ് എടുക്കട്ടേയും ചിന്തിക്കുന്നത്. റിപ്പീറ്റിലേക്ക് പോകണ്ടല്ലോ, പോയി കഴിഞ്ഞാൽ വീണ്ടും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന എന്തൊക്കെയൊക്കെയോ എന്തോ ആവട്ടെ. പറയാനുള്ളത്, നിങ്ങൾ ഒന്നുകിലും മറ്റൊരു കോഴ്സ് എടുക്കാൻ നിങ്ങളുടെ മനസ്സ് റെഡിയാണെങ്കിൽ നിങ്ങളതെടുത്ത് മുന്നോട്ടേക്ക് പോകണം. അല്ലാതെ റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടരുത്. മറിച്ച് അതല്ല, നിങ്ങളുടെ ഉള്ളിൽ MBBS എന്ന സ്വപ്നം തന്നെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റു കോഴ്സ് ഒന്നും എടുക്കണ്ട, എത്രയും പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങുക. നിങ്ങൾ വരാൻ പോകുന്ന 2026 മെയ് 1 സൺഡേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്നു മുതൽ അങ്ങോട്ടേക്ക്. അതല്ലാതെ ഞാൻ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ ഈ കൺഫ്യൂഷൻസ് കൊണ്ട് ഇനി മുന്നോട്ടേക്ക് നമ്മൾ പോകാനില്ല. എന്തായാലും അവസാനത്തെ 4 മാസം കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് നിങ്ങളെപ്പോലെ മത്സരിച്ചേക്കുന്ന, നിങ്ങളെക്കാൾ എഫേർട്ട് എടുത്ത്, നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ 4 മാസമേ കഷ്ടപ്പെടുന്നുള്ളൂ, നിങ്ങളെക്കാൾ എഫേർട്ട് എടുത്തേക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ അടുത്താണ്. കേരളത്തിൽ 1,50,000-ഓളം കുട്ടികൾ ഈ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടെന്നാണെങ്കിൽ അതിലൊരു 50,000 കുട്ടികളെങ്കിലും റിപ്പീറ്റും റീറിപ്പീറ്റൊക്കെ ചെയ്തിട്ട് എഴുതുന്നവരാ. അതിൽ തന്നെ ഒരു 15,000 കുട്ടികൾ അത്രയും സീരിയസ്നെസ്സോടുകൂടെ കണ്ടു തന്നെ എക്സാം എഴുതുന്ന ആളുകളാണ്. അവരോട് തന്നെ നിങ്ങൾ മത്സരിക്കുന്നത്. അവരോട് മത്സരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സീറ്റായിട്ടുള്ള 1,780-ഓളം സീറ്റുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ ഇത്രയും പേര് നമ്മുടെ കൂടെ മത്സരിക്കാനുണ്ട്. അതിൽ നമ്മുടെ പേര് ഉണ്ടാവണം എന്നാണെങ്കിൽ, ആ റിസൾട്ടിൽ നമ്മുടെ പേര് പതിയണം എന്നാണെങ്കിൽ, നാളത്തെ ഡോക്ടറായിട്ട് നിങ്ങൾ മാറണം എന്നാണെങ്കിൽ, ഏറ്റവും നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെന്നാണെങ്കിൽ, അവിടെ മക്കൾക്ക് എത്തിപ്പെടാൻ പറ്റണം എന്നാണെങ്കിൽ, ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട. മറ്റൊരു കോഴ്സ് എടുത്തുകൊണ്ട് വീണ്ടും അവസാന സമയം നീറ്റിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അതൊരു മണ്ടത്തരാണ്. ചിലപ്പോൾ വളരെ ചുരുക്ക ആളുകൾ അങ്ങനെ വാങ്ങിച്ചെടുത്ത ആളുകളുണ്ടാവും. ഇവരെ വെച്ചോണ്ട് നിങ്ങളെയും മൊത്തം ആളുകളെയും നിങ്ങൾ അസസ് ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയും ഒരു 0.001% അങ്ങനെ എന്താ പറയുക റെയർ ആയിട്ടുള്ള ആളുകൾ കാണും. അവരെ വെച്ചുകൊണ്ട്, ആ ആളുകളെ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും അളക്കാൻ നിൽക്കരുത്. സോ മക്കളെ, അങ്ങനെ ആണെങ്കിൽ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഇന്നു മുതൽ തുടങ്ങാൻ നോക്കുക. ഇനി അതല്ല, മറ്റൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങളെ മനസ്സ് റെഡിയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, കാണാം നമുക്ക്.